ചിത്രപ്രദർശനങ്ങൾ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ടല്ലേ. എന്നാൽ വളരെ 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 പ്രത്യേകതയുള്ള ഒരു ചിത്രപ്രദർശനമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. സാധാരണ ക്യാൻവാസിലാണല്ലോ നമ്മൾ ചിത്രങ്ങളെല്ലാം കാണാറുള്ളത്. എന്നാൽ ഇവിടെ ചിരട്ടയ്ക്കുള്ളിലാണ് ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത്. മാത്രമല്ല ചിരട്ട കൊണ്ടും അതിമനോഹരമായ ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത്. അത്ഭുതകരമായൊരു ചിത്രപ്രദർശനമാണ്. ശ്രീജ കളപ്പുരക്കലിൻ്റേതാണ് ഈ വ്യത്യസ്തമായ ഭാവന. തെങ്ങിൻ തടിയിൽ തീർത്ത ഫ്രെയിം, ചകിരിയിൽ നെയ്തെടുത്ത ക്യാൻവാസ്, ചീവിയെടുത്ത് മിനുസമാക്കിയ ചിരട്ടത്തോടിൽ വരച്ച ചിത്രങ്ങൾ, അങ്ങനെ തെങ്ങിന്റെ എല്ലാ ഭാഗങ്ങളും കൊണ്ട് വിസ്മയം തീർക്കുകയാണ് കലാകാരി ശ്രീജ കളപ്പുരയ്ക്കൽ. 1960-കൾ മുതൽ 1990-കൾ വരെയുള്ള മലയാളിയുടെ ഗ്രഹാതുരത്വം കടമെടുത്താണ് ശ്രീജ ചിരട്ടകൾക്ക് നിറങ്ങൾ പകർന്നത്. ചിരട്ടയിൽ മണ്ണുവാരി കളിച്ച മലയാളിയുടെ ബാല്യകാല സ്മരണകളാണ് ഈ കലാസൃഷ്ടിയുടെ കരുത്ത്. ചിരട്ടയിൽ നൊസ്റ്റാൾജിയനെ എടുക്കാൻ തന്നെ ഒരു കാരണമുണ്ട്. നമ്മളെ കുട്ടിക്കാലത്തുള്ള കളികളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുവഹിച്ചൊരു സംഗതിയാണ് ഈ ചിരട്ട, ശരിയല്ലേ? അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നി അങ്ങനെ ചിരട്ടയ്ക്കുള്ളിൽ ഇത് വരച്ച. പക്ഷെ ആദ്യമൊക്കെ വരയ്ക്കുമ്പോൾ എത്രത്തോളം അത് പ്രാവർത്തികമാവും എന്നുള്ളതിനെ കുറിച്ചിട്ട് വലിയ ഒരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പോകെ അത് ശരിയായി. വരച്ച് വരുമ്പോൾ ഇൻട്രസ്റ്റായി. ഞാൻ പഠിച്ചു വന്നിട്ടുള്ള ചുറ്റുപാടുകൾ, നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ചില വസ്തുക്കൾ, കളികൾ, പിന്നെ മോസ്റ്റ്ലി നമ്മളെ വിഷ്വൽസൊക്കെ കുറേ നമ്മൾ റെഫറൻസ് എടുത്തിട്ടുണ്ട്. നമുക്ക് നൊസ്റ്റാൾജി അടിച്ചാൽ തന്നെ കിട്ടും. പക്ഷെ അത് വരച്ച് ചിരട്ടയിലാക്കുക എന്ന് പറയുന്നത് ശ്രമകരമായ ജോലിയാണ്. കാരണം ചിരട്ടയുടെ ഉൾവശം എന്ന് പറയുന്നത് ഒരു കുഴിഞ്ഞ പ്രതലമാണല്ലോ. അപ്പം നമ്മളതിൽ ഒരു ചിത്രം വരയ്ക്കുമ്പോൾ അതിൻ്റെ പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അപ്പോൾ അത് വരയ്ക്കാനുള്ളൊരു പാടേ ഉള്ളൂ. അല്ലാതെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അതൊരു ബുദ്ധിമുട്ടുള്ളൊരു സംഗതിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് ഇത്രയധികം വരയ്ക്കുമ്പോൾ ആർക്കായാലും ഒരു പ്രാക്ടീസ് വരുമല്ലോ. 400-ലധികം ചിരട്ടകളിലാണ് ചിത്രങ്ങൾ വരച്ച് പ്രദർശനത്തിന് എത്തിച്ചത്. പൊട്ടിയ ചിരട്ടകൾ പെറുക്കിയെടുത്ത് അത് മനോഹരമായ വോളാർട്ടാക്കി മാറ്റാനും ശ്രീജ ശ്രദ്ധിച്ചിട്ടുണ്ട്. പരമാവധി തെങ്ങിന്റെ എല്ലാ ഭാഗങ്ങളും ശ്രീജ തന്റെ കലാസൃഷ്ടിക്കായി ഉപയോഗിച്ചിട്ടുണ്ട്. തെങ്ങിന്റെ തടിയാണ് ഫ്രെയിമായി ഉപയോഗിച്ചിരിക്കുന്നത്. കയർ, കൊതുമ്പ്, ചിരട്ടപ്പൊടി, ഈർക്കിൽ, മച്ചിങ്ങയുടെ തൊപ്പി തുടങ്ങി എല്ലാം ശ്രീജയുടെ കലാസൃഷ്ടിക്ക് സഹായകരമാകുന്നുണ്ട്. മുതലാണ് ശ്രീജ ചിത്രരചനയിലേക്ക് എത്തിയത്. ചിത്രങ്ങൾ വരയ്ക്കാൻ നമുക്ക് ആദ്യമേ ഇഷ്ടമുണ്ട്. അങ്ങനെ ആ ഒരു ചിത്രരചനാ ലോകത്തേക്ക് ഒരു 2010 ഇതിലേക്കുള്ള ഒരു എൻട്രി ആവണത്. ഫൈൻ ആർട്സ് പോലുള്ള കോഴ്സുകൾ അങ്ങനെയൊന്നും ചെയ്തിട്ടുള്ള ഒരു എൻട്രി അല്ല. നമുക്ക് ഈ ചിത്രരചനയോടും ഈ പെയിൻറ്റിങ്ങിനോടുള്ളൊരു പാഷൻ്റെ പുറത്ത് വന്നതാണ്. TTC പഠിച്ചപ്പോഴാണ് അതിനോടുള്ള ഒരു സബ്ജക്റ്റ് പോലെ വന്നപ്പോഴാണ് അതിനുള്ള ഇഷ്ടം നമുക്ക് കൂടുതലായി വന്നത്. ഇതിനു മുൻപ് ചെയ്തിട്ടുള്ള എല്ലാ മീഡിയങ്ങളും വ്യത്യസ്തങ്ങളായിരുന്നു. തൂവലുകൾ, കല്ലുകൾ, കടൽ ചിപ്പികൾ എന്നീ 3 പരീക്ഷണങ്ങളും കഴിഞ്ഞാണ് ശ്രീജ ചിരട്ടയിൽ ചിത്രങ്ങൾ വരയ്ക്കാൻ തുടങ്ങിയത്. കൊറോണ കാലത്താണ് ഇത് ആരംഭിച്ചത്. വ്യത്യസ്തങ്ങളായ ചിരട്ടകൾ തേടിയുള്ള യാത്രയായിരുന്നു പിന്നീട്. പല തരത്തിലുള്ള തേങ്ങകളും ഇക്കാലത്തിനിടെ ശ്രീജയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. 2 വർഷത്തോളം സമയമെടുത്താണ് ഓരോ പ്രദർശനങ്ങളും ഒരുക്കുന്നത്. അക്രിലിക് പെയിന്റാണ് ശ്രീജ ഉപയോഗിക്കുന്നത്. ചിരട്ടകൾ കൊറോണ കാലത്ത് നമുക്ക് വേറൊന്നും അവൈലബിൾ അല്ലായിരുന്നു ആ സമയത്ത്. അങ്ങനെ തോന്നിയൊരു കൗതുകത്തിൻ്റെ പുറത്ത് സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നീട് വലിയ വലിയ ചിരട്ടകൾ തേടിയുള്ള യാത്രകൾ പല മില്ലുകളിൽ. പിന്നെ കൂടുതലും എൻ്റെ ഹസ്ബൻഡ് കുറേയൊക്കെ വൈപ്പിൻ സൈഡിൽ നിന്നൊക്കെ നല്ല രീതിയിൽ കളക്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് നമുക്ക് ആവശ്യമുള്ള ഷേപ്പിലേക്കും ഇതിലേക്കൊക്കെ തേങ്ങകൾ കാണുമ്പോൾ അത് വാങ്ങിച്ച് മുറിച്ചൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. 2 കണ്ണുള്ള തേങ്ങ, 4 കണ്ണുള്ള തേങ്ങ, ഒറ്റ കണ്ണുള്ള തേങ്ങ, അങ്ങനെ വിവിധ തരം തേങ്ങകളുടെ കളക്ഷൻ തന്നെ നമുക്ക് ഒരുപാട് ഇതിലേക്ക് ഇറങ്ങിച്ചെന്നാൽ അങ്ങനെയൊക്കെ കിട്ടും. ഞാനിത് ആദ്യമായിട്ട് കണ്ടത് ഗുരുവായൂരാണ്.
ഗുരുവായൂർ അവിടെ ഗണപതിയുടെ പ്രതിഷ്ഠയുള്ള തൊട്ടടുത്തൊരു മ്യൂസിയം ഉണ്ട്. ആ മ്യൂസിയത്തിലാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ പല രീതിയിലുള്ള വ്യത്യസ്തങ്ങളായ തേങ്ങകളുടെ കളക്ഷൻ ഞാൻ കണ്ടത്. അതിനുശേഷമാണ് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ചെറിയതായതും വലിയൊരു കളക്ഷൻ തന്നെ എൻ്റെ കയ്യിലുണ്ട്. ചിരട്ടകൾ പൊട്ടിച്ചും പൊടിച്ചും പശയും പെയിന്റും ചേർത്ത് 5 അടി ഉയരത്തിൽ ഇന്ത്യയുടെ മാതൃകയിലുള്ള ചിത്രവും 5.5 അടി ഉയരത്തിൽ കേരളത്തിന്റെ മാതൃകയിലുള്ള ചിത്രവും അത്ഭുതപ്പെടുത്തുന്നവയാണ്. ഓരോ സംസ്ഥാനങ്ങളിലെയും പ്രത്യേകതകളാണ് ഇന്ത്യയുടെ ഭൂപടത്തിൽ വരച്ചു ചേർത്തിട്ടുള്ളത്. കഥകളി, മോഹിനിയാട്ടം, ചാക്യാർകൂത്ത്, പടയണി, തെയ്യം, തിരുവാതിരകളി, മാർഗംകളി, കോൽക്കളി തുടങ്ങിയ കലാരൂപങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് കേരളത്തിന്റെ ഭൂപടം. എല്ലാത്തിനും ആധാരം ചിരട്ട തന്നെ. ചിരട്ടകൾ നല്ല ക്രഷ് ചെയ്യുന്ന പറഞ്ഞാൽ പൊടിച്ച് ചാക്കിൽ ഇട്ടിട്ട് ചുറ്റിക വെച്ച് അടിച്ച് പൊട്ടിച്ച് നമ്മളൊരു സർഫസ് ഏത് വുഡോ ഏത് സർഫസാണോ വേണ്ടത് അതിനകത്ത് നിരത്തി ഒട്ടിച്ചെടുക്കുക. ചിരട്ടപ്പൊടി കൂട്ടിയിട്ട് ഒട്ടിച്ചെടുക്കണം. ഒട്ടിച്ചെടുത്തതിന് ശേഷം മെഷീൻ വെച്ച് മിനുസപ്പെടുത്തിയെടുത്ത് 2-3 പ്രൊസീജിയർ കഴിഞ്ഞിട്ടാണ് അതുപോലുള്ള ഒരു പ്രതലായി നമുക്കത് കിട്ടുന്നത്. അതിനുശേഷം അതിൽ ചെയ്തു എന്നേ ഉള്ളൂ. അത് ഒരു ആഗ്രഹമായിരുന്നു, ചിരട്ട കൊണ്ട് തന്നെ ഒരു സർഫസ് ഉണ്ടാക്കിയിട്ട് അതിൽ തന്നെ വരയ്ക്കണം എന്നുള്ളത്. മലയാളിയുടെ ഗൃഹാതുരത്വത്തെ പിടിച്ചു കുലുക്കുന്നതാണ് ചിരട്ടയിലെ ചിത്രങ്ങൾ. പഴയ നാണയം, തപാൽ, പേന, പുസ്തകം, സ്കൂൾ, ഉത്സവ കാഴ്ചകൾ, പുതുതലമുറ കാണാത്ത കളിപ്പാട്ടങ്ങൾ, പ്രകൃതി കാഴ്ചകൾ, വീടുകൾ, പഴയ റേഡിയോ, TV, അടുക്കള കാഴ്ചകൾ, ഭക്ഷണങ്ങൾ, അങ്ങനെ കേരള തനിമയുടെ എല്ലാം ചിത്രങ്ങൾക്ക് ആധാരമായിട്ടുണ്ട്. ഒരു സബ്ജക്റ്റിലുള്ള ഒരു വർക്ക് തീരാനും അതിൻ്റെ കളക്ഷനും അതിൻ്റെ പ്രിപ്പറേഷനും എല്ലാം കൂടെ എങ്ങനെ പോയാലും ഒരു 2-3 വർഷം സമയം പിടിക്കും ഒരു എക്സിബിഷൻ. കണ്ണ് മിഴിച്ചു നിന്നു പോകുന്നതാണ് വാൾ ആർട്ട്. എല്ലാത്തിനും ഉപയോഗിച്ചിരിക്കുന്നത് ചിരട്ട തന്നെ. ചിരട്ടയിൽ തന്നെ ചെയ്ത റാന്തൽ വിളക്കും ഇവിടെ കാണാം. തേനീച്ചക്കൂടും പൂക്കളും പക്ഷിമൃഗാദികളും എല്ലാം ഇത്തരത്തിൽ നിർമ്മിച്ചിട്ടുണ്ട്. പ്രദർശനത്തിന് വയ്ക്കാത്ത എത്രയോ കലാസൃഷ്ടികൾ ഇനിയും ഒരുപാടുണ്ട്. കാണികൾക്കും ശരറാന്തൽ പ്രദർശനം കൗതുകകരമാണ്. ഓരോ ഷെല്ലിനകത്തും നമുക്ക് കുറേ നമ്മുടെ പഴയ ഓർമ്മകൾ തിരിച്ചു വരുന്ന ഒരു സംഭവമാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പഴയ വീക്കിലിയിലുള്ള ഒരു ഡ്രോയിങ്സ് അതങ്ങനെ, പിന്നെ നമ്മുടെ മാങ്ങ ഉപ്പ് മുളകിട്ടിട്ടുള്ള സംഭവം, പിന്നെ ഒരു വണ്ടി, ഒരു റിക്ഷ വണ്ടി, സിംഗർ മെഷീൻ, ആ ഒരു കർവിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു വ്യൂ ഉണ്ടല്ലോ, നമ്മളൊരു പ്ലെയിൻ ഇതിൽ കാണാതെ ഒരു കർവ് ഇതിൽ കാണുമ്പോൾ നമുക്ക് തോന്നുന്ന വളരെ ഭംഗിയായിട്ടുണ്ട്. ഐ എം ആർട്ട് ലവർ. അപ്പം ഇത് കാണുമ്പോൾ ആക്ച്വലി ചിരട്ടയ്ക്കകത്തൊരു നല്ലൊരു വിസ്മയം തന്നെ ഇവർ തീർത്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽഡ് തന്നെ ഇവർ അവതരിപ്പിച്ചിട്ടുണ്ട്. പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ചിത്രങ്ങളെ കൗതുകത്തോടെയാണ് വിദേശികളും കാണുന്നത്. വർഷങ്ങൾക്ക് മുൻപ് കേരളം എങ്ങനെയായിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന ചിത്രങ്ങൾ ചരിത്രത്തിന്റെ അടയാളപ്പെടുത്തൽ കൂടിയാണ്. ரொம்ப அழகாக இருக்குது. லைக் கோகனட்டில் இருந்து இவ்வளோ அழகாக வந்து பண்ணியிருக்காங்க அப்படின்றப்ப ஆச்சரியமாக இருக்குது. இவ்வளோ பண்ண முடியுமா அப்படின்ற மாதிரி இருக்குது. So what ma'am has been doing is quite good and quite inspirational, because these days sustainability is being much more viral and people are following it. So yeah, I like it. Like art from coconuts, so really cool, and she's really talented. But of course I like how you integrate nature with painting and artistry. I really like that. പുട്ടുണ്ടാക്കുന്ന പുട്ടുപാത്രവും പുട്ടുകുറ്റിയും, അതുപോലെ വെള്ളം കോരുന്ന കിണർ, ആ തുടി, നെല്ല് പണ്ട് കാലത്ത് കൊയ്തങ്ങാണ്ട് മെത്തേഡിൽ അവർ ക്ലീൻ ചെയ്യുന്നൊരു പഴയ കാലത്ത് കാണുന്ന മെത്തേഡൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഇപ്പം നമ്മുടെ ഈ കാലഘട്ടത്തിൽ എങ്ങും കാണാനില്ല. ജർമ്മനിയിൽ നിന്നാണ് കരിമയും കലാകാരനായ യോഹന്നാസും എത്തിയത്. ചിരട്ട ക്യാൻവാസ് ആക്കുന്ന വിദ്യ ഈ കലാകാരനും പുതിയ അനുഭവമായിരുന്നു. My own work is just colors, yeah? And not something what it has to be. Yeah? But I think it's a nice way to look from a romantic view to the life and to the art. We don't have it, because we don't have coconuts in Germany. So that this is a new material for us. This is like an unusual canvas. Explore art on different surfaces and paint on different surfaces and experiment with materials. ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ് അടക്കം നിരവധി അംഗീകാരങ്ങളും ഇതിനോടകം ശ്രീജയെ തേടി എത്തിയിട്ടുണ്ട്. പരീക്ഷണങ്ങൾ തുടർന്ന് കലാജീവിതത്തിൽ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോവുകയാണ് ഈ കലാകാരി. സുസ്ഥിര വികസനത്തിന്റെ ആശയങ്ങൾ കലയിൽ കൂടി പകർത്തി
പുതിയ മാതൃകകൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ് ശ്രീജ. അങ്ങനെ ഈ ആഴ്ചത്തെ സെൻട്രൽ മാഗസിൻ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ കാഴ്ചകളും പുതിയ അനുഭവങ്ങളും പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം.